ആന്ത്രോപിക്കിന്റെ പുതിയ ക്ലോഡ് മിത്തോസ് കണ്ടോ ബ്രോ? ഇന്റർനെറ്റ് മുഴുവൻ ഇതിന്റെ ഹൈപ്പാണ്. സൈബർ സെക്യൂരിറ്റി മറച്ചു വെക്കാൻ പോകുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് സീനാണോ? ആന്ത്രോപിക്കിന്റെ പുതിയ പ്രോജക്ട് ഗ്ലാസ്വിംഗ് എന്ന് നോക്കിക്കേ. ആപ്പിള്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, AWS, സിസ്കോ, എന്തിന് ലിനക്സ് ഫൗണ്ടേഷൻ വരെ ലിസ്റ്റിലുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഇല്ല അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും നിൽക്കത്തില്ലേ, അതാണ്. ഈ മോഡൽ സൈബർ സെക്യൂരിറ്റിക്ക് ഉണ്ടാക്കിയതല്ല, ഇത് കോഡിങ്ങിന് ഉണ്ടാക്കിയ മോഡലാണ്. ഒരു സൈഡ് എഫക്റ്റ് എന്ന പോലെയാണ് ഇത് സൈബർ സെക്യൂരിറ്റിക്ക് ബെറ്റർ ആയത് എന്നാണ് ഡാരിയോ അണ്ണൻ പറയുന്നത്. ഇതാണ് വേൾഡ്സ് ബെസ്റ്റ് മോഡൽ, ഇതിനെ വെല്ലാൻ ആരുമില്ല, ഇത് നമ്മളെ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെ റീപ്ലേസ് ചെയ്യും എന്നാണ് ട്വിറ്ററിലുള്ള ഹൈപ്പന്മാരും പറയുന്നത്. എന്നാ ആലോചിച്ച് നോക്കിയേ, FFmpeg പ്രോജക്റ്റിലെ 16 വർഷം നമ്മൾ കണ്ടുപിടിക്കാത്ത ബഗ് ഈ മോഡൽ കണ്ടുപിടിച്ചു. ഒരു മലീഷ്യസ് വീഡിയോ ഫയൽ ഉണ്ടാക്കി യൂസറിന്റെ സിസ്റ്റത്തിലോട്ട് അയച്ച് അവിടുത്തെ FFmpegൽ പ്ലേ ചെയ്താൽ ആ യൂസറിന്റെ സിസ്റ്റം മൊത്തം കറപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ് ആ ബഗ്. OpenBSDയിലും ലിനക്സിലും വരെ ഇതുപോലത്തെ ബഗ്ഗുകൾ തൂക്കി എന്നാണ് ഡാരിയോ പറയുന്നത്. 0 ഡേ ബഗ്ഗുകൾ എന്ന് പറഞ്ഞാൽ ഉടനെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്ന ബഗ്ഗാണ്. അതായത് അത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യുന്നു. ഈ 3 0 ഡേ ബഗ് മാത്രമല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിൽ ആയിരക്കണക്കിന് ബഗ്ഗുകളാണ് മിത്തോസ് കണ്ടുപിടിച്ചത്. കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന്റെ ബാക്കിലെ സത്യം അറിഞ്ഞാൽ ഇതായിരുന്നു ഇത് നിങ്ങൾ ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബഗ് കണ്ടുപിടിക്കാൻ ഇവർ യൂസ് ചെയ്തത് ഒരേ സമയം റൺ ചെയ്യുന്ന ഒരുപാട് ക്ലോഡ് മിത്തോസ് ഏജന്റുകളാണ്. ഈ ഏജന്റ്സ് ഒക്കെ കോഡ് ചെയ്യുമല്ല, കോഡ് റീഡ് ചെയ്ത് അനലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഈ ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഏജൻസിനെ പാരലായിട്ട് റൺ ചെയ്തു തോന്നും. ഞാൻ ഈ പറഞ്ഞ 3 പ്രൊജക്ട്സിലെ ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആന്ത്രോപിക്ക് 20,000 രൂപയല്ല ഡോളർ ചെലവാക്കി. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 20 ലക്ഷം രൂപ വരും. പക്ഷെ ഇവിടുത്തെ കോമഡി എന്താണെന്നറിയാവോ, ഈ പണി ഞാനിപ്പോൾ ഈ പറഞ്ഞ പണി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള മോഡലുകൾക്ക് ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സ് എന്നല്ല, അത്യാവശ്യം ബുദ്ധിയും റീസണിങ്ങൊക്കെ ഉള്ള മോഡലിന് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 8 ഓപ്പൺ സോഴ്സ് ഏജന്റുകളെ വെച്ചിട്ട് ട്വിറ്ററിലുള്ള ഒരാള് മിത്തോസ് കണ്ടുപിടിച്ച ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ നോക്കി. 8 ബഗ്ഗുകൾ കണ്ടുപിടിച്ച്. എന്തിന്? മിത്തോസിനെക്കാളും ബുദ്ധി കുറവെന്ന് പറയുന്ന 3.6 ബില്യൺ പാരാമീറ്റർ മാത്രം നോക്കാൻ പറ്റുന്ന മോഡൽ വരെ ആ ബഗ് കണ്ടുപിടിച്ചു. മിത്തോസിന്റെ സ്വീബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 93.9 പക്ഷേ ഈ ഞാൻ പറഞ്ഞ 3.6 ബില്യൺ പാരാമീറ്റർ മാത്രം നോക്കാൻ പറ്റുന്ന മോഡലിന്റെ സ്വീബെഞ്ച് സ്കോർ എത്രയാണെന്ന് അറിയണോ? വെറും 60%. അത്രയും ഡിഫറൻസ് ഉണ്ട്. 30% ഡിഫറൻസ് ഉണ്ടായിട്ടും മിത്തോസ് കണ്ടുപിടിച്ച ബഗ്ഗുകളെല്ലാം ആ മോഡലും കണ്ടുപിടിച്ചു. ഇയാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ട്വീറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് ഒരു ആർട്ടിക്കിളും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ ആർട്ടിക്കിളിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ ഇത് എങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. കാരണം ആർട്ടിക്കിളിൽ പറയുന്നത് അനുസരിച്ച് ഇവർ ഒരു ചെറിയൊരു പീസ് കോഡ് ഈ AI കൊടുത്തിട്ടാണ് ഇത് ബഗ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പം ആർക്കും പറ്റത്തില്ലേ? ഇപ്പം എൻ്റെ ഒരു കോഡ് ഇത്ര ഉള്ളൊരു കോഡ് വന്നിട്ട് അതിൽ ബഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ആർക്കാ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? അപ്പോൾ അത് മിത്തോസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയാണോ? ശരിയാണ്. കാരണം നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, മിത്തോസ് ചെയ്ത എന്തുവാ? ഒരുപാട് മിത്തോസിന്റെ ഏജന്റുകൾ ഒരു സിംഗിൾ കോഡ് ബേസിൽ നോക്കിയാണ് ബഗ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ മിത്തോസ് ഏജന്റിനും ഓരോ ചെറിയ പീസ് കോഡ് കിട്ടും. ആ കോഡ് മാത്രം ആ ഓരോ ഏജന്റും അനലൈസ് ചെയ്താണ് ബഗ്ഗുകൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവർ ചെയ്തതെന്ന് പറയുന്നത് ഒരു AI ഏജന്റിന് ഒരു ചെറിയ പീസ് കോഡ് കൊടുത്തു. രണ്ടും സെയിം അല്ലേ? എങ്ങനെയാണേലും ഏജന്റിന് ചെറിയ പീസ് കോഡ് കിട്ടിയാൽ പോരെ? രണ്ടിനും ബഗ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? അതായത് ഇയാളിപ്പോൾ 8 ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് റൺ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിന് ഈ പറഞ്ഞ മിത്തോസിനെ റൺ ചെയ്താണൊക്കെ പാരലലായിട്ട് ഒരേ സമയം ഒറ്റ കോഡ് ബേസ് മൊത്തത്തിൽ റൺ ചെയ്താലും അത് ബഗ് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാൻ എന്താ? എടാ, ആന്ത്രോപിക്ക് $20,000 എന്ന് പറഞ്ഞാൽ എടുത്ത് കൊടുക്കാൻ കാശുണ്ട്. പാവപ്പെട്ടൻ്റെ കാശ് വേണ്ടേ ഇത്രയും മോഡലിനെ റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ? ഇനി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഓപ്പൺ സോഴ്സിന് കഴിവില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, കഴിവുണ്ട് അതാണ് അയാൾ തെളിയിച്ചത്, പക്ഷെ കഴിവില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടുത്ത മാസത്തെ കടം എങ്ങനെ അടിക്കും? ഇപ്പോൾ മനസ്സിലായോ? ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള 0 ഡേ ബഗ് കണ്ടുപിടിക്കുന്നത് മിത്തോസിന്റെ കഴിവല്ല, അതിപ്പോഴുള്ള AIക്കും പറ്റുമെന്ന്. ഡാരിയോ അണ്ണൻ പറഞ്ഞ ഇതൊന്നും അല്ലല്ലേ. ഡാരിയോ അണ്ണൻ പറഞ്ഞത് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ബഗ്ഗുകൾ ആളുകൾ കണ്ടുപിടിക്കും. എപ്പോൾ? ഇത് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്താൽ. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആ സോഫ്റ്റ്വെയറിനെ കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ആ സോഫ്റ്റ്വെയറിന്റെ വൾണറബിലിറ്റീസ് അവർ മിസ്യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാനല്ലേ ഡാരിയോ അണ്ണൻ ഈ പറഞ്ഞ സാധനം പബ്ലിക്കായിട്ട് ഇറക്കാഞ്ഞേ? ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏജന്റിന് പാരലലായിട്ട് റൺ ചെയ്ത ഈ ബഗ്ഗുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ഇത് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യാതിരിക്കുന്നത് തെറ്റല്ലേ? അത് അതിന്റെ ബില്ല് എന്തോ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ പറയോ ഇതിന് ബുദ്ധി കൂടുതലാണ്, മറ്റേതും കണ്ടുപിടിക്കും ഇതും കണ്ടുപിടിക്കും, പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ലപോലെ കണ്ടുപിടിക്കും. എടാ, അവിടെ ഒരു പ്രശ്നം ഉണ്ടോ? ECI എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്.
ഇതിൽ 37 കൂടുതൽ ബെഞ്ച് മാർക്കുകളുടെ ടെസ്റ്റ് എടുത്ത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്കോറായിട്ട് കാണിക്കും. ഇതിനകത്ത് തന്നെ ഈ സി ബെഞ്ചും RKGI ഒക്കെ ഉണ്ട്. ഈ സ്കോർ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു AI മോഡൽ ഓവറോൾ എത്രത്തോളം ബുദ്ധിയുള്ളതാണ്, എത്രത്തോളം നല്ലതാണെന്നൊക്കെ. അതായത് ആന്ത്രോപ്പിക്ക് എക്സ്പൊണൻഷ്യലി കഴിവ് കൂടി എന്ന് പറയുന്ന ബെഞ്ച് മാർക്കുകളും ECI ടെസ്റ്റിനകത്തുണ്ട്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ആന്ത്രോപ്പിക്ക് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ECI ടെസ്റ്റ് ഉപയോഗിച്ചിട്ടല്ല നമുക്ക് ഈ പറഞ്ഞ സ്കോറൊക്കെ തന്നേക്കുന്നത്. ആന്ത്രോപ്പിക്ക് സ്വന്തമായിട്ടൊരു ECI ടെസ്റ്റ് അങ്ങ് ഉണ്ടാക്കി, ആന്ത്രോപ്പിക് ECI ടെസ്റ്റ് എന്നും പറഞ്ഞു. ആ ടെസ്റ്റ് വെച്ചിട്ടാണ് ഈ ക്ലോഡ് മിത്തോസിനെ ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ക്ലോഡ് മിത്തോസിനെ മാത്രമല്ല, ഇതിനു മുമ്പ് ആന്ത്രോപ്പിക്കിന്റെ മോഡലുകളെ ആന്ത്രോപ്പിക്കിന്റെ സ്വന്തം ECI ടെസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ആന്ത്രോപ്പിക് ഉണ്ടാക്കിയ ടെസ്റ്റിനകത്ത് ആന്ത്രോപ്പിക്കിന്റെ മോഡൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്കോർ കൂടുതലാണ്. അതേ മോഡലിനെ പബ്ലിക്കായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്കോർ കുറവാണ്. രമേശ് എന്ന് വിളിക്കാൻ വേണേ. അയാളെ പേരിങ്ങനെയാണോ പറയണതെന്ന് എനിക്കറിയത്തില്ല. അയാളുടെ അവസാനം ഒരു ഇസടാ, എനിക്കറിയത്തില്ല, ഇൻസ്റ്റ ID ഒക്കെ എഴുതുന്നതൊക്കെ. പക്ഷേ അയാളൊരു കാര്യം ചെയ്തു. ഈ ആന്ത്രോപ്പിക്ക് നടത്തുന്ന ECI ടെസ്റ്റിൻ്റെ സ്കോറും നമ്മുടെ പബ്ലിക്കലി നടത്തുന്ന ECI ടെസ്റ്റിൻ്റെ സ്കോറും തമ്മിൽ കമ്പയർ ചെയ്തു. ഇതിന് മുമ്പുള്ള മോഡലുകളിൽ ടെസ്റ്റ് ചെയ്ത സ്കോറുകളില്ലേ, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കി. എന്നിട്ട് ആ ഡിഫറൻസ് നോക്കിയിട്ട് ഈ ക്ലോഡ് മിത്തോസിനകത്ത് ആന്ത്രോപ്പിക്ക് നടത്തിയ ECI ടെസ്റ്റ് ഇല്ലേ, അതിൻ്റെ സ്കോർ വെച്ചിട്ട് ഇയാൾ പബ്ലിക്കലി നടത്തുന്ന ECI ടെസ്റ്റിൻ്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത്. മനസ്സിലായില്ലേ? ഇതിനു മുമ്പ് ആന്ത്രോപ്പിക്ക് ക്ലോഡിനകത്ത് ടെസ്റ്റ് നടത്തിയിട്ടില്ലേ അവരെ ECI ടെസ്റ്റ് വെച്ചിട്ട്. ആ സ്കോറും അതേപോലെ സാധാ സ്കോറില്ലേ, അതും തമ്മിൽ ഡിഫറൻസ് എടുത്തു. ക്ലോഡ് മിത്തോസിന് സാധാ സ്കോർ ഇല്ല, അതെന്ത് ചെയ്തു, ഈ ഡിഫറൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് മാത്രമല്ല പുള്ളി ചെയ്തത്, എന്നിട്ട് ബാക്കിയുള്ള AI മോഡലുകളുടെ ECI സ്കോർ ഉണ്ടല്ലോ പബ്ലിക്കായിട്ടുള്ള, അതെല്ലാം എടുത്ത് പുള്ളി ഒരു ഗ്രാഫാക്കി നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ GPT 5.4 ഇല്ലേ സാമണ്ണൻ്റെ, അതിനെക്കാളും ഒരു ഇത്തിരി ഇൻ്റലിജൻസ് കൂടുതലേ ഈ മോഡലിനുള്ളൂ. അതായത് ബുദ്ധി ഇവർ പറയുന്ന കണക്ക് അങ്ങ് മാനത്ത് കിടക്കൊന്നുമല്ല, റോക്കറ്റ് ബുദ്ധിയൊന്നുമല്ല, സാധാ ഒരു AI മോഡൽ ഇറക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ട് അത്രയും ബുദ്ധി, അത്ര ഒരു ചെറിയ ഇൻക്രിമെൻറ്റ്, അത്രയേ ഉള്ളൂ. AI ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണിതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സാധാ മോഡൽ, വലിയ ഹൈപ്പ് കൊടുക്കേണ്ടതില്ലാത്ത ഒരു മോഡലാണിത്. പിന്നെ ട്വിറ്ററിലുള്ള ഹൈപ്പൻ ചേട്ടന്മാർ പറയുന്ന കണക്ക സെൽഫ് ഇൻക്രിമെൻ്റ് പരിപാടി ഉണ്ടല്ലോ, അതായത് സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സ്വന്തമായിട്ട് തന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ തെറ്റുകളിൽ നിന്നും പഠിക്കുന്ന മോഡൽ, അതൊക്കെ ചുമ്മാതാണ്. അത് ആന്ത്രോപ്പിക്കിൻ്റെ റിസർച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചുമ്മാ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഹൈപ്പ് അവിടെ വെച്ചേരെ. ഇപ്പോൾ മനസ്സിലായേ ക്ലോഡ് മിത്തോസ് എന്ന് പറഞ്ഞൊരു സാധാ LLM റിലീസാണ്. ഇതിനെയാണ് ഇവർ കിടന്ന് സൈബർ സെക്യൂരിറ്റി റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. 1000 ബഗ് കണ്ടുപിടിച്ചില്ലേ, 0 ഡേ ബഗ് കണ്ടുപിടിച്ചില്ലേ, അത് വലിയൊരു സംഭവമല്ലേ. അതിന് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് ആരും നോക്കുന്നു, ബഗ് കണ്ടുപിടിച്ചു അത് മതി എന്ന് പറയുന്നിടത്ത് എനിക്ക് പറയാനുള്ളത് FFmpegന്റെ പോസ്റ്റ് പോയി നോക്ക്. അവർ പറഞ്ഞ ആന്ത്രോപ്പിക് താങ്ക് യു ബഗ് കണ്ടുപിടിച്ച് തന്നതിന്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടേ നിങ്ങൾ AIക്ക് എതിരല്ലായിരുന്നു. അപ്പോൾ FFmpeg പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ബഗ് തന്നപ്പോൾ അത് AI ആണെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു ആന്ത്രോപ്പിക്കുള്ള ഒരു ഒരു എംപ്ലോയി ചെയ്തതായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ഇത് ചെറിയ കളത്തരമൊക്കെ മനസ്സിലാവും. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞത് സൈബർ സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ചു പോയി കമൻ്റ് ഒന്നും ഇടല്ലേ. കാരണം ഇത് ഈ 0 ഡേ ബഗ്ഗുകൾ ഇത്രയും നാൾ കണ്ടുപിടിക്കാത്ത സാധനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ അത് മിത്തോസിൻ്റെ കഴിവല്ല, ഇതേ കണക്കെ പാരലായിട്ട് റൺ ചെയ്തുകൊണ്ട് വന്ന സംഭവമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിപ്പോൾ ഓൾറെഡി ഉള്ള മോഡലുകളിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് ഇപ്പോഴത്തെ ഓപ്പൺ സോഴ്സ് ഏതെങ്കിലും മോഡൽ എടുത്തിട്ട് ഇതേപോലെ പാരലായിട്ട് റൺ ചെയ്ത് ഇങ്ങനത്തെ ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക, റവല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവം നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇനിയുള്ള എൻ്റെ ഡൗട്ട്, എന്തിന് ഇത്ര ഹൈപ്പ് കയറ്റി ഈ മോഡലിനെ ഇങ്ങനെ ഇൻറ്റേർണലായിട്ട് വെക്കുന്നു? അവിടെയാണ് എൻ്റെ ടേക്ക് വരുന്നത്, എൻ്റെ അഭിപ്രായം വരുന്നത്. ഇപ്പോൾ ഉള്ള ക്ലോഡ് 4.6 ഉണ്ടല്ലോ, ക്ലോഡ് ഓപ്പസ് 4.6, അതിനെക്കാളും 5 ഇരട്ടി പ്രൈസാണ് ക്ലോഡ് മിത്തോസിന്. ക്ലോഡിന് $5 ഇൻപുട്ടും $25 ഔട്ട്പുട്ടുമാണ്. എന്നാൽ മിത്തോസിന് $25 ഇൻപുട്ടും $125 ഔട്ട്പുട്ടുമാണ്. ഇതുവരെ, അതായത് ആന്ത്രോപ്പിക് തുടങ്ങിയിട്ട് ഇതുവരെ ആന്ത്രോപ്പിക് ഒരു പ്രോഫിറ്റ് നോക്കാതെ എല്ലാവർക്കും വേണ്ടി ക്യാഷ് ഇങ്ങനെ ബേൺ ചെയ്ത് കളയുമായിരുന്നു. അതായത് ക്ലോഡിന് $200 മാസം കൊടുത്താൽ ആ മാസം $5000 ക്ലോഡ് യൂസേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? മാക്സിമം യൂസേഴ്സിനെ അവർക്ക് വേണം. മാക്സിമം യൂസേഴ്സിനെ നമ്മുടെ ബാക്കിയുള്ള AI പ്ലാറ്റ്ഫോംസിൽ നിന്നും അല്ലെങ്കിൽ ന്യൂ യൂസേഴ്സിനേക്ക് ഇങ്ങനെ പോച്ച് ചെയ്ത് എടുക്കാനാണ് ഈ പറഞ്ഞ ആന്ത്രോപ്പിക് ഇങ്ങനെ ചെയ്തത്. ഇവർ ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഇവർ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കും, പൈസ എന്ത് ചെയ്യും, ഞങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റൊക്കെ എന്ത് ചെയ്യുന്ന ആന്ത്രോപ്പിക്കിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഡയറി വണ്ണൻ ബാക്കി ഇരിക്കുന്ന ഇരിപ്പിരിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ്
ഡയറി വണ്ണം ഇങ്ങനത്തെ ഒരു കളി കളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഓപ്പസിനെക്കാളും 10% ഇമ്പ്രൂവ്മെൻറ്റേ മിത്തോസിനുള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ കണ്ട ECI സ്കോർ ഗ്രാഫ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രൈസ് 500 ടൈംസ് അല്ല 500% കൂടി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പഴയ മോഡലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു നഷ്ടം നികത്താനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. കാരണം നാളെ വന്നിട്ട് ഓപ്പസ് 4.7 ഞങ്ങൾ ഇത്രയും നാളെ നിങ്ങൾക്ക് പൈസ കുറച്ചായിരുന്നു സാധനങ്ങൾ തന്നുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇനി കൂട്ടിത്തരുമെന്ന് പറഞ്ഞൊരു ഉടനെ പ്രൈസ് കൂട്ടിയ ആൾക്കാർ പറയും ഇത് വെർത്തല്ല, ഞങ്ങളിതിന് യൂസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇവരെ സെയിൽസ് മൊത്തം താഴെ വീഴും. അപ്പോൾ ഇവരെന്തോ ഇത് മിത്തോസ് എന്നും പറഞ്ഞൊരു മോഡൽ ഇൻറ്റേർണലി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അതിന് ഇത്രയും ബുദ്ധിയുണ്ട്, അതുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി അത് ഈ ഓപ്പസിനെക്കാളും 30% ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചേക്കുക. എന്നിട്ട് ഡയറി വണ്ണൻ ഒരു ടോക്കിനകത്തൊരു കാര്യം പറഞ്ഞത്, ഞങ്ങൾ ഇനിയും ക്ലോഡ് ഓപ്പസിൻ്റെ മോഡലുകൾ ഇറക്കും, ആ മോഡലുകൾ ഈ പറഞ്ഞ മിത്തോസിൻ്റെ അത്രയൊക്കെ പവർ വരുന്ന രീതിയിലായിരിക്കും ഇറക്കുന്നതെന്ന്. സുഖമായിട്ട് പ്രൈസ് കൂട്ടാം. എടാ അത് കൊള്ളാലോ, മിത്തോസിൻ്റെയൊക്കെ അത്രയും പവർഫുൾ മോഡലാണ്. മിത്തോസ് എന്ന് പറയുന്നത് ദൈവമായിട്ടാണ് ഇപ്പോൾ അവർ കാണുന്നത്. മിത്തോസിൻ്റെയൊക്കെ പവർഫുൾ മോഡൽ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൈസ എത്ര വേണേലും കൊടുക്കും. അങ്ങനെ പ്രൈസ് കൂട്ടാനാണ് ആന്ത്രോപ്പിക്കിൻ്റെ സ്ട്രാറ്റജി. അതായത് AGI വരും എന്നും പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് പ്രൈസ് കൂട്ടിയും കുറച്ചൊക്കെ നിന്നില്ലേ, അതിൻ്റെ കാറ്റ് തീരാറായി. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ ഒരു പണിയെടുക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൺവിൻസ്ഡ് അല്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഫെബ്രുവരി തൊട്ടാണ് ഇവർ ഈ മോഡൽ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ആന്ത്രോപ്പിക് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കമ്പനി, അതായത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി മോഡൽ AI മോഡൽ ഉപയോഗിച്ച കമ്പനി 2 പ്രാവശ്യം ലീക്കായി. അതായത് അവരുടെ ഡോക്യുമെൻറ്റ്സ് ഫസ്റ്റ് ലീക്കായി, പിന്നെ ക്ലോഡ് കോഡിൻ്റെ സോഴ്സ് മാപ്പും ലീക്കായി. അതുപോട്ടെ, അത് പിന്നെ സഹിക്കാം, ലീക്കിംഗ് അല്ലേ, അത് മനുഷ്യന്മാർ വരുത്തുന്ന പ്രശ്നം. പക്ഷേ ഇവരെ API ഉണ്ടല്ലോ എപ്പോഴും ഡൗണാണ്. വൈപ്പ് കോഡ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ക്ലോഡിനകത്ത്. എന്തോ പറയാനാ, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി മോഡലുള്ള ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലോഡ് മിത്തോസ് വന്നുകൊണ്ട് സൈബർ സെക്യൂരിറ്റി കുത്തിമറിഞ്ഞു, സോഫ്റ്റ്വെയറും ഡെവലപ്മെൻറ്റ് അങ്ങേ അറ്റത്ത് പോയെന്നൊന്നും പറയണ്ട. ബാക്കി ഈ പറഞ്ഞ കമ്പനികളൊക്കെ കൂടിച്ചേരുന്ന പരിപാടി ഉണ്ടല്ലോ, ജസ്റ്റ് PR. ആന്ത്രോപ്പിക്ക് നല്ല കമ്പനിയല്ലേ, ഡയറി വണ്ണം നിഷ്കളങ്കനല്ലേ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഇവർ ചെയ്ത 2 കാര്യം കൂടെ പറയാം. ഓപ്പൺ കോഡ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് പ്ലാറ്റ്ഫോം അറിയാം, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള, അതിൻ്റെ ഡെവലപ്പേഴ്സിന് ക്ലോഡ് കോഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാക്കി. കാരണം ഇവർ ഇറക്കുന്ന ഏജൻറ്റിക് പ്ലാറ്റ്ഫോമിന് കോമ്പറ്റീറ്റർ ആണല്ലോ അവർ. കോമ്പീറ്റിംഗ് പ്രൊജക്റ്റുകൾ ചെയ്യാൻ ഞങ്ങളുടെ മോഡൽ തരത്തില്ല, അങ്ങനെ ആക്കി. രണ്ടാമത്, പാവപ്പെട്ട ഇവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവർ $200 കൊടുത്ത്, 20,000 രൂപ മാസം കൊടുത്ത് ക്ലോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. എടുത്തിട്ട് അവരെ കൂട്ടുകാർ 4-5 പേരുമായിട്ടൊക്കെ ഷെയർ ഇട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയും ബാനാക്കി. ഈ 2 കാര്യം ചെയ്ത കമ്പനിക്ക് ഇത് ചെയ്താൽ എന്താ? അത് മാത്രമല്ല, ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. സാമണ്ണൻ കുറേ നാൾ മുമ്പ് GPT-2 ഇറക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ ഇൻറ്റേർണലി വെക്കുവാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ ഒരു ഇൻസ്പിറേഷനും എടുത്തൂടെ? അപ്പം അത്രേ ഉള്ളൂ. ക്ലോഡ് മിത്തോസ് അടച്ചിട്ട ഭൂതമോ കുപ്പിയിലെ ഭൂതമോ ഒന്നുമല്ല. അത് വന്ന ഒരു ചുക്കും നടക്കാനും പോകുന്നില്ല. ബൈ.